എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഞാൻ മോൻ്റെ പെറ്റ് കടയിലേക്ക് വന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്താണ് അവിടെ നിന്ന് മേടിക്കണം എന്ന് നോക്കാം നമുക്ക്. ഹലോ ഫ്രണ്ട്സ്, 480 ठीक আছে. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നമ്മുടെ പെറ്റ് കടയിൽ വന്നു കേട്ടോ. എൻ്റെ ഡ്രസ്സ് വന്നു, പിന്നെ ഒരു മെഡിസിനും കൂടെ ഉണ്ടായിരുന്നു, അത് ഞാൻ ഓർഡർ കൊടുത്തിട്ട് വന്നു. അപ്പോൾ പതിവ് പോലെ ഞാൻ ഈ കടയിൽ വന്നു, ആ മെഡിസിനും വന്നു എന്ന് അവർ വിളിച്ച് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഡ്രസ്സ് വന്നു. 28 का ना 28 का. അപ്പോൾ അവൻ്റെ മരുന്ന് വാങ്ങി, ദേ ഡ്രസ്സ് ദുട്ടു ഏക്കി കളർ. അപ്പോൾ ഫ്രണ്ട്സ്, ഉടുപ്പ് 3 എണ്ണം 28-ൻ്റെയാണ് കേട്ടോ അവന് കൊണ്ടുവന്നത്. അപ്പോൾ ഒന്ന് മഞ്ഞ, ഒന്ന് ബ്ലൂ, ഒന്ന് ബ്ലാക്ക്, ഇതാണ് ഇവിടെ. വേറെ കളറൊന്നുമില്ല. അപ്പോൾ ഞാൻ 3 എണ്ണം വാങ്ങി കേട്ടോ. ഇനിയിപ്പോൾ തണുപ്പ് ഭയങ്കരമായിരിക്കുമല്ലോ. തീണ്ടു തീച്ചി ആ. അപ്പോൾ ഇതാണ് നമ്മുടെ പെറ്റ് കട. പല വീഡിയോസിലും കണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആ കടയിൽ തന്നെയാണ് വന്നത്. വരുമ്പോൾ ഞാൻ ഇത് എടുക്കും കേട്ടോ. പിന്നെ അവൻ്റെ മെഡിസിൻ കിട്ടി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തിട്ട് പോയി. അപ്പോൾ അവരിപ്പോൾ ഫോൺ ചെയ്തായിരുന്നു കേട്ടോ വന്നെന്ന്. അവനിത് ഈ ഒരു ചെയിനും കൂടെ മേടിച്ചു കേട്ടോ. ഞാൻ ഈ ഗോൾഡൻ കളറിലെ ചെയിന നോക്കിയത് കേട്ടോ. അപ്പോൾ അവിടെ ഇല്ല, അവിടെ ലോങ് ചെയിനേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ കഴുത്തിൽ കിടക്കുന്നത് ഒരെണ്ണം കൂടെ വാങ്ങി. ഭയങ്കര വെയിറ്റ് കേട്ടോ ഇത്. എന്നാലും ഒരെണ്ണം കൂടെ വാങ്ങി ഞാൻ. ഇത് കണ്ടോ, ഇതും കൂടെ വാങ്ങി കേട്ടോ. അപ്പോൾ അവന് അതൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോകാൻ പോകുന്നു. അപ്പോൾ സോറി, അവർ ഫോൺ വിളിച്ച് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വന്നത്. ഡ്രസ്സ് കിട്ടി. ഈ ഡ്രസ്സ് അടുത്ത വർഷമാണെങ്കിൽ നമുക്ക് ഈ വർഷത്തെ കഴിയുമ്പോൾ മടക്കി വെക്കാം. അടുത്ത വർഷമാണെങ്കിൽ ഈ दूने से होगा क्या? ये वाला कैसे कि मशीन में ना लूज नहीं होते? वॉश करने के बाद लूज नहीं होते? वॉश ना पानी में ज़्यादा वॉश नहीं, वॉशिंग मशीन. വാങ്ങിയത് അവൻ്റെ കഴുത്തിൽ കിടപ്പുണ്ട്. മറ്റേ ഗോൾഡൻ കളറിൻ്റെ ഇല്ല. അപ്പോൾ ഇത് ഭയങ്കര ഭാരമാണ് കേട്ടോ. പക്ഷേ അതും വാങ്ങി. മെഡിസിൻ വാങ്ങി. മെഡിസിൻ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യം. വാങ്ങി. ഇവർ പിന്നെ കുറേ നേരം രാവിലെ തൊട്ട് ഫോൺ വിളിക്കുന്ന കേട്ടോ. ഡ്രസ്സ് വന്നു എന്ന് പറഞ്ഞു. ഇവൻ്റെ അളവിനുള്ള ഡ്രസ്സ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഓർഡർ ചെയ്തിട്ട് പോയി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പെറ്റ് കട. പിന്നെ ബാക്കി പെഡിഗ്രിയും അതും ബിസ്ക്കറ്റൊക്കെ ഉണ്ട് അവന്, അതുകൊണ്ട് അതൊന്നും മേടിക്കണില്ല. ശരി, അപ്പോൾ ഇതും കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. ചേട്ടന് നടുവേദന. അപ്പോൾ ചേട്ടൻ ഹോമിയോ മെഡിസിൻ കഴിക്കണം. ഈ ബുള്ളറ്റിൽ ഇങ്ങനെ ഇരുന്ന് വണ്ടി ഓടിച്ചിട്ട് അവൻ്റെ നടുവിനൊരു വേദന പറഞ്ഞ് ബെഡിൽ കിടന്ന മമ്മി എനിക്ക് നടുവേദന എടുക്കണം, പായി കിടക്കാമെന്ന് പറഞ്ഞു. പായി കിടക്കുമ്പോൾ സുഖമുണ്ട്. അപ്പോൾ അവൻ പായിൽ വിരിച്ച് കിടന്നപ്പോൾ രാത്രി വന്നതേ കാണിക്കണം. അമ്മ വന്നിട്ട് ഭക്ഷണം കഴിച്ചു, കുളിച്ചു, ഭക്ഷണം കഴിച്ചു. അപ്പോൾ അതേ ഉറക്കത്തിൽ നിന്ന് ഒരാൾ എണീറ്റ് വന്ന് കൊഞ്ചണതാണ് ഈ കാണുന്നത് കേട്ടോ. കണ്ടോ കൊഞ്ചുന്നത്? ഡാഡിയുടെ അവിടെ നിന്ന് വന്ന് ചേട്ടൻ്റെ അടുത്ത് വന്ന് കൊഞ്ചുന്നതായി കാണുന്നത്. കണ്ടില്ലേ? കണ്ടോ ചേട്ടനെ? രാത്രിയാണ് കേട്ടോ. ചേട്ടൻ തറയിൽ കിടക്കണം. അപ്പോൾ അവനും വന്ന് തറയിൽ കിടക്കുന്ന. സത്യത്തിൽ ഈ തണുപ്പത്ത് തറയിൽ കിടന്നാൽ പറ്റൂല. പക്ഷെ അവൻ ഈ നടുവേദന ആയത് കാരണം പായി കിടക്കുമ്പോൾ ഒരു സുഖമുണ്ട് കേട്ടോ. അതാണ് പറഞ്ഞത്. ഒരു സുഖമുണ്ട് അവന് പായി കിടക്കുമ്പോൾ. സ്നേഹം കൊണ്ടങ്ങ് മൂടണം കേട്ടോ ചേട്ടനെ. എന്നാൽ മോനും തറയിൽ കിടന്നോ ചേട്ടൻ്റെ കൂടെ? കിടന്നോ? ബെഡിൽ കിടക്കാൻ പോകണ്ട. അതെ ചേട്ടാ, അതേ പുതച്ച് കൂടി കിടക്കുന്നു. കിടന്നോടെ. പുതക്കല്ലേ ചേട്ടാ, പുതക്കല്ലേ ചേട്ടാ, തുറന്നു കൊടുക്കണം. പുതച്ച്. ചേട്ടന് തണുപ്പെടുക്കുന്നുണ്ടടാ. നീ പുതക്കല്ലേന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ എന്താ കാണിക്കുന്നു? കണ്ടോ? എടാ ചേട്ടന് തണുക്കണടാ. ഇതെന്തോ തറയിൽ കിടന്ന് കാണിക്കുന്നത്? എടാ തറയിൽ തണുപ്പാടാ ചക്ക. നല്ല തണുപ്പ്. അതേ അവിടെ കിടക്ക്, പായി കിടക്ക്. ചേട്ടൻ്റെ നടുവേദന ആയിട്ടാണ് പായി കിടക്കുന്നത്. നിനക്കോ?
അമ്മയോടും ഡോക്ടർ പറഞ്ഞാൽ തറയിൽ കിടക്കാനാണ് പായിൽ, പക്ഷേ നമുക്ക് പറ്റൂല. കണ്ടോ കണ്ടോ കൊഞ്ചണത്, കണ്ടോ കണ്ടോ കൊഞ്ചണത്. ചേട്ടനും മോനും തമ്മിലുള്ള പോണ്ട് കേട്ടോ. ലൈറ്റ് അണക്കാൻ പോന്ന്. ചേട്ടൻ രാവിലെ പോണ്ടാണ്. കിടന്നോടെ, അമ്മയ്ക്ക് ഉറക്കം വരുന്നു. ആ ആ പോയി കിടന്നോ. നീ കിടക്കണേ അവിടെ കിടക്ക്. ഇല്ല, ഡാഡിയുടെ അടുത്ത് പോണെങ്കിൽ ഡാഡിയുടെ അടുത്ത് പോകും. തുറന്നിട്ടേക്കണ അത് തുറന്നിട്ടേക്കണ. പൊക്കോ, ഡാഡിയുടെ അടുത്ത് പോണെങ്കിൽ ഡാഡിയുടെ അടുത്ത് കിടന്നോ. ആ അതെ പറയില്ലേ, കണ്ടോ ചേട്ടൻ കിടന്ന് ഉറങ്ങി കേട്ടോ. അവന് നടുവേദന ഫ്രണ്ട്. അത് കാരണം ഹോമിയോ ഡോക്ടർ പറഞ്ഞാൽ അത്രയും തറയിൽ കിടക്കണം അത്രയും നല്ലത്. ബെഡിൽ കിടന്ന നടുവേദന കൂടുന്നു കേട്ടോ. അത് കാരണം പാവ കിടന്ന് ഉറങ്ങി. അപ്പം ചേട്ടൻ്റെ അടുത്തുനിന്ന് ഒരുത്തൻ എണീറ്റ് പതുക്കെ എവിടെയാന്ന് കാണിച്ചു തരാം കേട്ടോ. കേട്ടോ ഇവിടെ വന്ന് കിടക്കുന്ന കേട്ടോ, എൻ്റെ ബെഡിൽ കിടക്കുന്ന. ഡാഡിയുടെ അടുത്ത് കിടന്നവനാ ഉറങ്ങാതെ ഇവിടെ വന്ന് കിടക്കുന്ന. ഇനിയിപ്പോൾ എൻ്റെ ബെഡിൽ കിടക്കുന്ന. ഇതാണ് ഇവൻ്റെ വേല. ഇനി എന്തു രാത്രി? രാത്രി എന്ത് ചെയ്യാനാണ്? രാത്രി എന്ത് ചെയ്യാനാണ്? കണ്ടോടെ ഒരുത്തൻ രാത്രി ഉറക്കമില്ലാതെ നടക്കുന്ന കണ്ടോ? പാതിരാത്രി കണ്ടോ ഒരുത്തൻ നടക്കുന്ന കണ്ടില്ലേ? പോയാ അല്ല, രാത്രിയൊക്കെ കിടന്നു ഉറങ്ങിയിട്ടില്ല. ഭയങ്കര വൈകിയ കിടന്നത്. ചേട്ടൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന് ഇപ്പം കിടന്ന് ഉറങ്ങുന്ന കണ്ടോ? ഇത് കണ്ടോ? പില്ലോയിലൊക്കെ തലയും വെച്ച് ചുരുങ്ങി കൂടി കിടക്കുന്നു. കണ്ടോ കണ്ടോ കിടക്കുന്നത്? ചുരുങ്ങി കൂടി പില്ലോയിൽ തലയൊക്കെ വെച്ച് ചുരുങ്ങി കൂടി കിടക്കുന്ന കണ്ടോ? കണ്ടോ മോൻ? എണീക്കുന്നൊന്നും ഇല്ലേ നിങ്ങൾ? എണീക്കുന്നൊന്നും ഇല്ലേ നിങ്ങൾ? ശരി കിടന്നോ. തണുപ്പ് പോയിട്ട് കാര്യമൊന്നും ഇല്ല ഒരിടത്തും. മുകളിലേക്കൊന്നും പോകാൻ പറ്റൂല. മഞ്ഞ്, നല്ല മഞ്ഞുണ്ട്. കിടന്നോ ഏട്ടാ. തണുപ്പായത് കാരണം ഈ ബിസ്ക്കറ്റൊക്കെ താമസിച്ചാണ് കഴിക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ്. എന്ന് പറഞ്ഞാൽ മോർണിംഗ് വാക്കിനൊക്കെ പോയിട്ട് വന്നിട്ട് 5 മണിക്ക് അവൻ്റെ അച്ഛൻ ചായ കുടിക്കുമ്പോൾ അവൻ കഴിക്കാറില്ല കേട്ടോ. അവൻ ഇച്ചിരി വൈകിയൊക്കെ ഇപ്പോൾ എണീറ്റ് കഴിക്കുള്ളൂ. പിന്നെയും വന്ന് കിടക്കും. വേണ്ടിയില്ലേ? ഇത് കണ്ടില്ലേ കിടക്കുന്നത്? കണ്ടില്ലേ? പില്ലോയിൽ തലയൊക്കെ വെച്ച് കിടന്നോ. ഒന്നും ഇല്ലേ? വിച്ചിട്ട് വേണ്ടേ നിങ്ങൾക്ക്? വിശക്കണമൊന്നും ഇല്ലേ? ഓ നേരം വെളുക്കാറാകുമ്പോഴാണ് തണുപ്പ്. മഞ്ഞ്, നല്ല മഞ്ഞുണ്ട് പുറത്ത്. ഓ വലിയ ആളായിട്ട് കിടക്കുന്നു. ബിസ്ക്കറ്റൊന്നും വേണ്ടേ നിങ്ങൾക്ക്? ചോ ചേട്ടൻ വന്നപ്പോൾ കൊഞ്ചി. ബിസ്ക്കറ്റൊന്നും വേണ്ട നിങ്ങൾക്ക്? ഓ ഓ ഓ ഓ ഓ എണീറ്റ് ബിസ്ക്കറ്റ് കഴിക്കാൻ പാ കിടക്കാതെ. ക്ഷീണം നിങ്ങൾക്ക്? ക്ഷീണമാണോ? ക്ഷീണമാണോ നിങ്ങൾക്ക്? എല്ലാവരും ചട്ടി ഇട്ട് തരാൻ പറയണ പൊന്നിന്. എല്ലാവരും ചട്ടി ഇട്ട് കൊടുക്കാൻ പറയണ പൊന്നിന്. പൊന്നിന് ഇനി ചട്ടി വേണോ? ചട്ടി ഇട്ട് തരണോ? എന്താ മോനെ? ശരി ശരി ചേട്ടൻ പോട്ടെ, ഇറങ്ങട്ടെ, പിടിക്കാതെ. ഓ ഓ ആ ആ ഞാൻ ഇറക്കിയിട്ട് ഒരു ടാറ്റ കൊടുക്കുന്നവരവന് സമാധാനവും ഇല്ല. ഓ ചേട്ടാ ചേട്ടാ എന്നെയും കൂടെ കൊണ്ടുപോകട്ടാ. അവനും കൂടെ വരുന്നെന്ന് ജോലിക്ക്. ഓ ഓ അവനും വരുന്നെന്ന് ജോലിക്ക്, ഓഫീസിൽ വരണമെന്ന്. ഒരു പോകുന്നുണ്ടോ? ബാങ്കിൽ പോകുന്നുണ്ടോ ചേട്ടൻ്റെ കൂടെ? ചേട്ടൻ്റെ കൂടെ പോകുന്നുണ്ടോ? ഓ പോകുന്നുണ്ടോ? ചേട്ടൻ്റെ കൂടെ പോകുന്നുണ്ടോ? കള്ള പോകുന്നുണ്ടോ? ഓ ആ ആ ആ ആ ഓ ഓ ഓ പോകുന്നുണ്ട് 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 ചേട്ടൻ്റെ കൂടെ.
ഓ പാവം. ആ ശരി മോനെ, ഒന്നും കഴിക്കണ്ടില്ലേ? സമയമില്ല. ഓ അവന് ധൃതിയാണ് അവന്. കഴിക്കിരിക്കുമ്പോൾ തലവഴിയൊക്കെ മൂട് കേട്ടാ. ആ ടാറ്റ പറഞ്ഞോ, ബാ പുറത്തേക്ക് പോകണ്ട പൊന്നു. ടാറ്റ പറഞ്ഞോ. ആ ടാറ്റ. ചേട്ടൻ കഴിച്ചിട്ട് പോലുമില്ല, ധൃതി. ഓ ഓ ഓ ഉമ്മൻ തരുന്നടാ വച്ച്. ആഹാ ഉമ്മൻ കൊടുത്താ? ആ ശരി ബാ, ചേട്ടൻ്റെ ധൃതിയായി ബാ. നല്ല കുട്ടി. ഓ എന്ത് പണിയാണ് ഈ കൊണ്ടാക്കൽ, ഇത് ഉറക്കവും ഇതൊക്കെ തന്നെ. അല്ല മമ്മിയെ സഹായിക്കുന്നുണ്ടാ നീ? ഇല്ല. സഹായിക്കുന്നുണ്ടാ നീ? ഇല്ല. ബുള്ളറ്റിൻ്റെ വീട്ടിലേക്ക്. ബുള്ളറ്റ് ഇല്ല പൊന്നു. പതിവ് പോലെ നോട്ടം, അത് മാറ്റൂല കേട്ടോ. ഞങ്ങളുടെ പൂജയൊക്കെ കഴിഞ്ഞു ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ മോൻ ആർത്തി തൊഴാൻ വേണ്ടി ഇത് വന്നിരിക്കുന്ന കേട്ടോ. ഭഗവാനെ പ്രണാം ചെയ്ത് എൻ്റെ മോൻ ആർത്തി തൊഴട്ടെ. ഭഗവാനെ രക്ഷിക്കണമേ തമ്പായി, എൻ്റെ മോന് ആയുസ്സും ആരോഗ്യമൊക്കെ കൊടുക്കണമേ തമ്പായി. രക്ഷിക്കണമേ. എൻ്റെ മോൻ ദേ പ്രണാം ചെയ്യുന്ന കേട്ടോ ഭഗവാന്. ഞങ്ങളെ പൂജയൊക്കെ കഴിഞ്ഞ് ദേ എൻ്റെ മോൻ വന്ന് പ്രണാം ചെയ്യുന്നതാണേ. ഇത് കണ്ടോ, ഭയങ്കര പ്രാർത്ഥനക്കാരനായിട്ടോ. ഇത് കണ്ടോ. അപ്പോൾ ശംഖൊക്കെ ഊതി ഞങ്ങളതേ മതി പ്രാർത്ഥിച്ചത്. മതി വാ. ശരി. ഇത് ഒരു ഡ്രസ്സ് കണ്ടോ. അടുത്തത് നോക്കട്ടെ കേട്ടോ. അടുത്തത് ഞാൻ മേടിക്കുന്നത് ഒന്ന് ബ്ലൂ കളറ്, ഒന്ന് ബ്ലാക്ക് കളർ. അപ്പോൾ ബ്ലാക്ക് കളറിൽ ഈ മുടി പെട്ടെന്ന് അറിയാൻ പറ്റും കേട്ടോ. അവിടെ നിൽക്കും മമ്മി എടുക്കട്ടെ. ഇത് കണ്ടോ, ഇതൊന്ന് ബ്ലൂ കളറ്, ഇതൊന്ന് മഞ്ഞ കളറ് കേട്ടോ. ഇത് മൂന്നോ മേടിച്ചത്, നല്ല വിലയുണ്ട്. അപ്പം ഞാൻ മോനെ ഇട്ട് കൊടുക്കാം. ദേ പുതിയത് ഇത്രയാണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ മോന് ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. വന്നേ പൊന്നു, വന്നേ ഇട്ട് തരാം മാമ. ബാ വന്നേ, ബാ ഇവിടെ വാ. എന്നാലും ഇടാൻ പറ്റുള്ളൂ. ഇവിടെ വാ. ഇടണ്ടേ പൊന്നോ, ഇടണ്ടേ? ഇവിടെ വാ. ഇവിടെ വന്നേ നോക്കട്ടെ പോമാ. ഇട്ടുതരാം ബാ. ഇവിടെ പൊന്നു ബാ. ടാറ്റ പോവാ ചേട്ടനോട്. അവന് ആ ഡ്രസ്സ് ഇഷ്ടമല്ല കേട്ടോ, പുതിയത് മേടിച്ചത്. വന്നേ പൊന്നോ. വന്ന് കിടക്കുന്നു. വന്നേ. ദേ ഇത് കണ്ടോ കിടക്കുന്നത്. നമ്മുടെ പൊന്നല്ലി വന്നേ. വാ ഇട്ടുതരാം. ഡ്രസ്സ് ഇട്ടുതരാം. വാ ഊരട്ടെ. അത് വാ, ഡ്രസ്സ് ഊരട്ടെ, എന്നിട്ട് ഇട്ടുതരാം അമ്മ. വാ പൊന്നിനി. ഇത് വേണോ? ഏതാ വേണ്ടേ? എന്നാ വാ. വേണമെങ്കിൽ വാ. ഇവിടെ വാ. നമ്മുടെ കൈയെത്തൂല. ഇവിടെ വാ. ഊരട്ടെ. അത് ഊരിയിരുന്നാലേ എടുക്കാൻ പറ്റുള്ളൂ. കണ്ടോ എന്തൊക്കെ കാണിക്കുന്നതെന്ന്. സന്തോഷം കൊണ്ടാ കേട്ടോ. പൊന്നു വന്ന് ഇടട്ടെ. അമ്മ ഇടട്ടെ. ദേ ഇടട്ടെ. വാ ഇടട്ടെ. വന്നേ അമ്മ. ഇത് ഇട്ടുതരാം. നീല ഇട്ടുതരാം അമ്മേ. ആ വാ. ഈ കൈ കുറച്ച് കൈയൊക്കെ ഇടാൻ തരും കേട്ടോ ഫ്രണ്ട്സ്. ഇത് കണ്ടോ, നെല്ല് സുന്ദരനായി. നമ്മുടെ ദീപുദയുടെ കടയിൽ പോകുന്നു. വാ. ആ നിക്ക്. ഈ കൈ ഇടട്ടെ മമ്മ. ഇട്ടിട്ടിടാം. ആച്ചോ എതിക്കാം. കൈ ഇട്ടില്ല മമ്മ ശരിക്ക്. വാ. വന്നേ. ഇവിടെ വന്നാലേ ഇടാൻ പറ്റുള്ളൂ. വാ. ഇവിടെ വന്നേ. കണ്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ താഴെ ഉണ്ടല്ലോ, നമുക്ക് അവന് മൂത്രം ഒഴിക്കാൻ വേണ്ടി ഇവിടെ ചെറുതായിരിക്കും കേട്ടോ, ഇവിടെ വലുതായിരിക്കും. ഇത് അവന് കറക്റ്റാണ്. ഫോൺ ബെല്ലടിക്കുന്നു. വരുന്നു. കയറി. ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. കയറി. ദേ ഇങ്ങനെ നിന്നിട്ട് കാര്യമുണ്ടോ? കയറി പൊന്നോ. പൊന്നു കയറി പൊന്നോ.
നോക്കൂ, ഇത് കണ്ടോ? കണ്ടോ? ശരി പോവാ. അപ്പോൾ എണീറ്റ്. പിന്നെ ഇതും മേടിച്ചു കേട്ടോ. അപ്പോൾ ഇവൻ്റെ കഴുത്തിൽ കിടക്കുന്നത് ഇച്ചിരി ഹൽക്കയാണ്, ഇത്തിരി എന്ന് പറഞ്ഞാൽ പത്തലയാണ്, കനം കുറഞ്ഞാണ്. ഇത് ഇത്തിരി കനം കൂടിയതാണ്. ഇപ്പോൾ പുറത്തോട്ട് പോകുമ്പോൾ ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഗോൾഡൻ കളർ നോക്കിയപ്പോൾ കിട്ടാനില്ലേ, അപ്പോൾ അതാണ്. ഇതാണ് ഇതിൻ്റെ ഡോണ്ട് വൃത്തിയായിട്ട സാധനമാണോ എടുക്കുന്നത്? മമ്മി എന്താ ഭക്ഷണം തരുന്നില്ലേ? ഇതാണോ കടിക്കുന്നത്? ഡോണ്ട് വേണ്ട, ചീത്തപ്പണി കാണിക്കല്ലേ. ചീത്തപ്പണി കാണിക്കാൻ നിൽക്കല്ലേ പൊന്നാ. ഇത് കടിക്കുമോ ആരെങ്കിലും? മമ്മി ബോളൊക്കെ മേടിച്ച് തന്നിട്ടില്ലേ? ചീത്ത സാധനം കടിക്കാൻ പാടില്ല. നല്ല മോൻ, ഗുഡ് ബോയ്. ഗുഡ് ബോയ്. മമ്മിക്ക് ഈ ചീത്ത സാധനം കടിക്കുന്നതൊന്നും വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല കേട്ടാ. മോനെ ഭക്ഷണം തരുന്നുണ്ട്, എല്ലാം തരുന്നുണ്ട്, ഫ്രൂട്ട്സുകൾ തരുന്നുണ്ട്, ബിസ്ക്കറ്റ് തരുന്നുണ്ട്, ഇറച്ചി തരുന്നുണ്ട്, സുന്ദരമായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ കാണിക്കുന്നത് എന്താന്ന് കണ്ടോ? എന്നെ സോപ്പ് ഇടുന്നതാണേ ഫ്രണ്ട്സ്. ഇത് കണ്ടോ? ഇതാരാ ഇത് വീഡിയോയിൽ ആരാണ്? ഇത് സ്കൂബ് ആണോ? എൻ്റെ മോൻ സുന്ദരനായോ? പുതിയ ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ സുന്ദരനായോ ഫ്രണ്ട്സ്? ഇത് കണ്ടോ? എന്നെ സോപ്പ് ഇടുന്നത്. ഇത് കണ്ടോ മണപ്പിക്കുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ ഉമ്മൊക്കെ തരുന്നതാണ്. ഞാൻ വഴക്ക് പറഞ്ഞുകൊണ്ട് സോപ്പ് ഇടുന്നതാണ് കേട്ടോ എന്നെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവൻ്റെ വേലകളൊക്കെ. എനിക്ക് ഈ ചീത്തയിൽ കിടക്കുന്നത്, ചീത്ത സാധനം കടിക്കുന്നതൊന്നും വലിയ ഇഷ്ടമുള്ള കാര്യമല്ല മമ്മിക്ക്. ഒന്നാമത് ഇവന് ചെളിയിലോ വെള്ളത്തിലൊക്കെ ഇറങ്ങി അലർജി വരും കേട്ടോ. ഇവന് ഈ ചെറുപ്പത്തിൽ അങ്ങനത്തെ സ്വഭാവം ഇല്ലല്ലോ. അപ്പോൾ അത് കാരണം അവന് അങ്ങനത്തെ ഒരു അലർജി വരും. അതൊന്ന്. രണ്ടാമത്തത്, അവന് ഈ ചീത്ത സാധനമൊന്നും കടിക്കാനും കൊടുക്കില്ല. ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ ബാക്കി കൊടുക്കാറില്ല, അങ്ങനെയൊന്നും കൊടുക്കാറില്ല കേട്ടോ. അവനെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഞങ്ങൾ നോക്കുന്നത്. അങ്ങനെയൊക്കെ എണ്ണയിട്ട സാധനം കൊടുക്കാറില്ല, നെയ്യിട്ട സാധനം കൊടുക്കാറില്ല. മുടി കൊഴിഞ്ഞു പോകുന്ന ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഇത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ മോൻ്റെ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ പൊന്നു? ഇഷ്ടപ്പെട്ടോ ഫ്രണ്ട്സ്? ഹായ്. കണ്ടോ ഞാൻ വഴക്ക് പറഞ്ഞുകൊണ്ട് ഹായ് ചോദിക്കാതെ എന്നെ തരുന്ന കണ്ടോ? ഹായ് തന്നെ. എണീറ്റ്. ഇതാരുടെയാണ്? പൊന്നിൻ്റെ ആണോ? ഇത് പൊന്നിൻ്റെ ആണോ? ഇത് പൊന്നിൻ്റെ ആണോ? ഹായ് തന്നെ. ഹായ്. ഇപ്പുറത്ത് ഹായ് തന്നെ. ഹായ്. കേട്ടോ, നല്ല കുട്ടി. ചീത്ത സ്വഭാവം കാണിക്കാൻ പാടില്ല. അത് മമ്മിക്ക് ഒട്ടും ഇഷ്ടമല്ല, തീരെ ഇഷ്ടമല്ലാത്ത ഗന്ധ സ്വഭാവം. നല്ല മോൻ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ മോൻ്റെ ഉടുപ്പൊക്കെ ഇഷ്ടപ്പെട്ടോ ഫ്രണ്ട്സ്? എന്നാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കണ്ടോ പൊന്നവിടെ നല്ല സുന്ദരനായോ? ഇത് മോൻ്റെ ഇത് കണ്ടോ, നല്ല ഭാരമുള്ളതായിട്ടോ. അപ്പോൾ ഇത് വീട്ടിൽ ഇട്ട് കൊടുത്താൽ ഇത്രയും ഭാരം അവൻ താങ്ങണ്ടേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് വീണ് പോയി കേട്ടോ മൊബൈൽ. അപ്പോൾ ഇത്രയും ഭാരമുള്ള സാധനം താങ്ങാൻ പറ്റില്ല. ഇപ്പോൾ അവൻ്റെ കഴുത്തിൽ ഒരെണ്ണം കിടപ്പുണ്ട്, ഇത് കണ്ടോ. അപ്പോൾ അത് കാരണം ഇത് സ്റ്റാൻഡുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഫ്രണ്ട്സ്. പക്ഷേ എല്ലാം ഇങ്ങനെ ഒന്ന് ചരിഞ്ഞു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇനി 3 എണ്ണം ഉണ്ട്. ഇത് കണ്ടോ, ഇതുമുണ്ട്. അപ്പോൾ ഇത് മാറ്റി ഈ വർഷം ഇനി 3 മാസമല്ലേ ഉള്ളൂ തണുപ്പ്. അത് കഴിഞ്ഞാൽ പിന്നെ എടുത്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഒരുപാട് മേടിച്ച് കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ അത് കാരണം മേടിക്കുന്നില്ല. ഇത്രയും മതിയെന്ന് വിചാരിച്ചു. ഇതിനെ നല്ല വിലയായി കേട്ടോ. വിലയുടെ അല്ല, ഇത് വേസ്റ്റാണ്. പിന്നെ നമ്മൾ മേടിക്കുന്ന വേസ്റ്റാണ്. ഇനിയിപ്പോൾ അടുത്ത വർഷം അവനെ ഒന്നും കൂടെ പൊക്കം വയ്ക്കുമോ എന്നൊന്നും അറിയാതെ നമുക്ക് അത് മേടിച്ചാൽ ശരിയാവില്ല. ഇതിപ്പോൾ കറക്റ്റ് പാകമാണ് അവന് കിട്ടിയിരിക്കുന്നത്. പാകത്തിലുള്ളതാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. കറക്റ്റ് പാകമാണ് ഇവന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ മോൻ്റെ നല്ല പുതിയ ഷർട്ടും ഒക്കെയായി മോന് ഇട്ടിരിക്കുന്നതൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ പതിവ് പോലെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷനും എൻ്റെ വീഡിയോസ് എല്ലാം തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ ഇപ്പം ഞാൻ പിടിച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡ്, പിന്നെ ഇത് ഒരു സ്റ്റാൻഡ്, കൂടാതെ ഞാൻ കാണിച്ചു തരാം. ഇതൊരു സ്റ്റാൻഡ് കണ്ടോ, ഇത് ഒരു സ്റ്റാൻഡ്, ഇത് വേറെ സ്റ്റാൻഡ് കാണിച്ചു തരാം കേട്ടോ.
ഇതും ഒരു സ്റ്റാൻഡ് കേട്ടോ. ഇത്രയും സ്റ്റാൻഡ് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഞാൻ പിടിച്ചിരിക്കുന്ന ഒരു സെൽഫി സ്റ്റാൻഡ്. ഇത്രയും സ്റ്റാൻഡ് എനിക്ക് മേടിച്ച് തന്നിട്ടുണ്ട് എൻ്റെ മക്കൾ. പക്ഷേ എല്ലാം ചരിഞ്ഞും ചരിഞ്ഞൊക്കെ പോയി. ഇപ്പോൾ ഇതിൽ വച്ചിട്ട് തന്നെ ചരിഞ്ഞു പോയി കേട്ടോ. അതങ്ങനെ. പിന്നെ അതെ ഇതും ഒരു സ്റ്റാൻഡ്. പിന്നെ ഇത് ഇങ്ങനെ വച്ചെടുക്കേണ്ടതാണ്. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ വച്ചിട്ട് എവിടെയെങ്കിലും ഫിറ്റ് ചെയ്തിട്ട് വെക്കേണ്ട സ്റ്റാൻഡാണ്. അങ്ങനെ ഇപ്പോൾ കുറേ സ്റ്റാൻഡുകൾ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് എൻ്റെ കയ്യിലിരിക്കുന്ന സെൽഫി സ്റ്റാൻഡാണ് കേട്ടോ. അതാണ്. അല്ല, സ്റ്റാൻഡ് കുറേ ഉണ്ട്, പക്ഷേ എല്ലാം എനിക്ക് അങ്ങോട്ട് മനസ്സിൽ തൃപ്തിയാവുന്നില്ല. ഇപ്പോൾ ഇതിൽ വെച്ചാൽ എടുത്തത് കേട്ടോ, ഫ്രണ്ട് ഓപ്പൺ എടുത്തിട്ട് തന്നെ ഇടയ്ക്കൊന്ന് ചരിഞ്ഞു പോയി. പക്ഷേ ഇത് ഇവിടെ സെറ്റിങ്സ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ സ്റ്റാൻഡുകളൊക്കെ കുറേ ഉണ്ട് ഫ്രണ്ട്സ്. പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന എനിക്ക് നല്ല കംഫർട്ടബിൾ തോന്നുന്നത് കേട്ടോ. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇതാണ് ഇവൻ്റെ പുതിയ ഡ്രസ്സ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ താഴെ നമ്മൾ മൂത്രം ഒഴിക്കുന്നിടത്ത് പൊക്കി കൊടുക്കണ്ട. ഇത് മറ്റതെന്ന് പറഞ്ഞാൽ പൊക്കി കൊടുക്കണം. ഇത് പൊക്കി കൊടുക്കണ്ട. ഇതങ്ങനത്തെ സെറ്റിങ്സിലാണ് തയ്ച്ചിരിക്കുന്നത്. ഇത് കണ്ടോ ഫ്രണ്ട്സ്. അപ്പോൾ താഴെ ഈ ലെവലിലാണ് അവർ തയ്ച്ചിരിക്കുന്നത്. ഇതാണ് മുകളിൽ വരാൻ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് മെസ്സേജ് ചെയ്യണേ. അവനെ ഇട്ടിട്ട് കൊള്ളാമോ, എൻ്റെ മോൻ സുന്ദരനാണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് മോൻ്റെ പുതിയ ഡ്രസ്സ്. ഞാനൊന്ന് ഇട്ട് നോക്കിപ്പിച്ചതായിട്ടോ. മൂത്രമൊഴിക്കാനൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. 3 എണ്ണം മേടിച്ചുള്ളൂ. അല്ലെങ്കിൽ കൂടുതൽ മേടിച്ചാൽ മോള് ഒരു വേസ്റ്റായി പോയി. ഇപ്പോൾ ഈ 3 മാസമല്ലേ ഉള്ളൂ തണുപ്പ്. അത് കഴിഞ്ഞാൽ തണുപ്പില്ലല്ലോ. അപ്പോൾ അത് പിന്നെ എടുത്ത് വയ്ക്കണം. പിന്നെ അടുത്ത വർഷത്തേക്ക്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത വർഷത്തേക്ക് മേടിക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ചേട്ടൻ കണ്ടോ? കണ്ടോ? ചേട്ടൻ ആ ചേട്ടനോട് വർത്താനം പറയുന്നതാ. കണ്ടോ? ചേട്ടനോട് വർത്താനം പറയുന്ന കണ്ടോ? ആ കൊച്ചായിട്ട് ഭയങ്കര കൂട്ടാണ്. കൊത്താ बोलीचे तुम्हारा काची കൊത്താ बोलीचे. ചേച്ചിയും വന്നു. মানে নদীর ড্রেস পরেছে, ওইটা দেখছি। নদীর ড্রেস পরেছে দেখছি। দেখো আমার নদীর ড্রেস ভালো হয়েছো? দাদা কাছে জিজ্ঞেস কর। নদীর ড্রেস পরেছে তো। ভালো হয়েছো দাদা? ড্রেস ভালো হয়েছো? ভালো হয়েছে। বাহ, পোয়া। എല്ലാവരും ഒന്ന് സെറ്റർ কালকে কিনেছিল নদীনওয়ালা। ബാ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്ക് ബായ്.